എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മരുമോളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം അതിന് കേക്കൊന്നും മുറിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം കേക്കൊക്കെ മുറിക്കലുണ്ട്. ഈ പ്രാവശ്യം മോനും ഇവിടില്ല, എൻ്റെ മോളും ഇവിടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് കേക്ക് മുറിക്കാനൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ചെറുപയർ പായസം. അവൾ പാലൊഴിച്ചൊന്നും കുടിക്കില്ല. അപ്പം ചെറുപയർ അട അങ്ങനെയുള്ള തേങ്ങാപ്പാലിൻ്റെതേ കുടിക്കുള്ളൂ. അപ്പോൾ ഈ ചെറുപയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചതാണ്. ഈ 3-ാം പാലിലാണ് ഞാൻ വേവിക്കുന്നത്. ഇത് 2-ാം പാൽ, ഇത് 1-ാം പാൽ. അപ്പം പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് സർപ്രൈസായിട്ട് ഇതെല്ലാം സർപ്രൈസ് കൊടുക്കാൻ അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞും കൊണ്ട് വരുമ്പോഴേക്കും ഇതൊക്കെ ആക്കണം, എനിക്ക് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. ഇതെന്താണെന്ന് നോക്കി നിങ്ങൾ, ഞാവൽപ്പഴം. ഇപ്പോൾ ഇതിൻ്റെ സീസണാണല്ലോ. പക്ഷേ ഭയങ്കര വിലയാട്ടോ അതിന്. 300 ചില്ലാൻ രൂപ അതിന്. അപ്പം ഇത് രണ്ടുമാണ് നമുക്കിന്ന് ഞങ്ങൾ പിറന്നാളായിട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ മോൻ ചോദിച്ചു, ഞങ്ങൾ വന്ന ഉടനെ തന്നെ അച്ഛനും അമ്മേൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് വാങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് കേക്ക് വാങ്ങണ്ട, അച്ഛനും മാമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ചിലപ്പം നാളെ മുറിക്കേണ്ടി വരും അവൻ്റെ നിർബന്ധം കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പായസം ഉണ്ടാക്കട്ടെ കേട്ടോ. ഈ പായസം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ക്ഷണിക്കുന്നു പായസം കുടിക്കാൻ കേട്ടോ. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ടേ. പാതിര വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് കൊടുക്കട്ടെ, നമുക്ക് കാണാം അവളുടെ സന്തോഷം. ആണേ കൊടുക്കണേ, കൊണ്ടുകൊടുക്കാതി കൂട്ടാ. അതിരേ ഹാപ്പി ബർത്ത്ഡേ. നന്നായിണ്ടോ?